ഇന്ന് കേരളത്തിലെ CPM-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ CPM ഭയക്കുന്നത് ഇന്ന് അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ്. കരുവന്നൂർ കേസിൽ CPM-ന്റെ നേതാക്കളായ PK ബിജു ഒപ്പം തന്നെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനോട് ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ED വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അവർ എത്തുമോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ എത്തിയാൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്ന് CPM കേന്ദ്രങ്ങളും ഭയക്കുന്നു. കാരണം പ്രധാനമന്ത്രി ഈ മാസം 15-ന് തൃശ്ശൂർ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. കരുവന്നൂർ വിഷയം ഉയർത്താൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇതിലെ പ്രധാനപ്പെട്ട കണ്ണികളെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമില്ല, EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നൊരു കണക്കൂട്ടലിലാണ് CPM ഉള്ളത്. ഏതായാലും കരുവന്നൂർ ബാങ്കിലെ ഈ CPM-ന്റെ രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചും ബാങ്കിൽ ബെനാമി ഇടപാടുകളിൽ ലക്ഷങ്ങൾ വായ്പ നൽകിയതിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്യൽ. നേരത്തെ അറസ്റ്റിലായ CPM-ന്റെ PR അരവിന്ദാക്ഷൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ PK ബിജു അടക്കമുള്ളവരെ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും PK ഷാജിനെ കൂടി കൗൺസിലർ, തൃശ്ശൂർ കോർപ്പറേഷൻ കൗൺസിലറാണ് PK ഷാജിനെ കൂടി ഇന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഏതായാലും CPM കേന്ദ്രങ്ങൾ വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ ദിവസം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഇങ്ങനെ ഒരു നടപടി അഥവാ അറസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ എന്തായിരിക്കണം ഒരു പ്രതികരണം എന്നതിനെക്കുറിച്ചും CPM കേന്ദ്രങ്ങളിൽ വ്യക്തതയില്ല. ഏതായാലും വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.